നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെസഹ ആചരണത്തിനും കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാളിന് ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിവസം നീണ്ട വലിയ നോമ്പാചരണത്തിന് ശനിയാഴ്ച അർദ്ധരാത്രി നടക്കുന്ന തിരുക്കർമ്മങ്ങളോടെ സമാപനമാകും. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ഏപ്രിൽ 24-ന് ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പെസഹ ആചരണത്തിനും കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാളിന് ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിവസം നീണ്ട വലിയ നോമ്പാചരണത്തിന് ശനിയാഴ്ച അർദ്ധരാത്രി നടക്കുന്ന തിരുക്കർമ്മങ്ങളോടെ സമാപനമാകും. മാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായ ദൈവപുത്രന്റെ ഉത്ഥാനത്തിന് മുന്നോടിയായി ശനിയാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കാൽവരിമലയിലെ കുരിശിൽ മരിച്ച ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ശുഭകരമായ ഒരു ഉയിർപ്പ് ഉണ്ടെന്ന വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ ഉയിർപ്പിന്റെ തിരുകർമ്മങ്ങൾ ആരംഭിക്കും. പാതിരാ കുർബാനയ്ക്ക് ശേഷം 50 നോമ്പാചരണത്തിന് സമാപനമാകും. ക്രിസ്തു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു എന്നാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം. മേഖലയിലെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദുഃഖശനിയാഴ്ച പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വലിയ ശനിയാഴ്ചയിലെ തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, ഡീക്കൺ മെൽവിൻ ചൊവ്വല്ലൂർ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂരിൽ ഒരുക്കിയ പിയാത്തെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധ നേടി. ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് പിയാത്തെ ആവിഷ്കാരം ഒരുക്കിയത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കിയാണ് ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിൽ മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ ശില്പം പിയത്ത ദൃശ്യാവിഷ്കരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം സമാപിച്ച ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലാണ് ചൊവ്വന്നൂർ CLCയുടെ നേതൃത്വത്തിൽ പിയത്ത എന്ന പിയാത്തെ ദൃശ്യാവിഷ്കരിച്ചത്. കലാകാരനും ഇടവകാംഗവുമായ ഷാജി മണ്ടുമ്പാലാണ് ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ദാവീദ്, എൽവിൻ എന്നിവർ ശരീരത്തിലാകെ കളിമണ്ണ് പുരട്ടി ശില്പത്തെ പോലെ 6 മണിക്കൂറോളം നിശ്ചലമായി ദൃശ്യാവിഷ്കാരത്തിൽ പങ്കാളികളായി. 1499-ലാണ് ഈ മാർബിൾ ശില്പം നിർമ്മിക്കപ്പെട്ടത്. കുരിശിൽ മരിച്ച യേശുവിനെ മടിയിൽ കിടത്തിയ പരിശുദ്ധ വ്യാകുല മാതാവാണ് ഇതിന്റെ പ്രതിപാദ്യം. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത്. മൈക്കലാഞ്ചലോ ഒപ്പുവെച്ച ഏകശില്പം കൂടിയാണിത്. മറ്റു വാർത്തകൾ. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. കോട്ടപ്പുറം പാലം കഴിഞ്ഞുള്ള വളവിലാണ് ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്നു കാർ. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇലക്ട്രിക് പോസ്റ്റിന്റെ അടിഭാഗം മുറിയുകയും കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി. വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്ത് ഇവിടേക്ക് ആകർഷിക്കാറുണ്ട്. മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച പിതൃബലി തർപ്പണം നടത്തുന്നതിനായി 100 കണക്കിന് ഭക്തരും മല്ലൻകാവിൽ എത്താറുണ്ട്. എന്നാൽ വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റിവരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയുള്ള തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം വറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്.
കളങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ ടൂറിസം എന്നുള്ള പ്രൊജക്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആർട്ട് മിഷനുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അതിൽ ഒരു പോയിന്റാണ് മല്ലങ്കാവും മല്ലൻകുഴി പ്രദേശങ്ങളും. അവിടെ ബലിതർപ്പണത്തിനായിട്ട് വരുന്നവർക്കുള്ള വെള്ളത്തിൻ്റെ ആവശ്യത്തിനും മറ്റു ആ ഭാഗം വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും ഒപ്പം തന്നെ നാട്ടിലെ സാമ്പത്തിക നിലവാരം ഉയർത്തുവാനും കൂടി ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. വെള്ളത്തിനോടൊപ്പം തന്നെ ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതി വലിയൊരു സഹായകമാകും. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക, 8 സ്ഥലങ്ങളിലായി തടയണ നിർമ്മിക്കുക, 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറും. വേലൂർ പഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കുന്ന ജനകീയ ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ 24 വൈകിട്ട് 6 മണിക്ക് ഓസോൺ ടവർ ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗികമായി നിലവിൽ വരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക വാട്ടർ അതോറിറ്റിയും വേലൂർ ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള കരാർ പ്രകാരം തകർത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് വേലൂർ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിനിറങ്ങുന്നത്. ജൽജീവൻ പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ട റോഡുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, രാഷ്ട്രീയ വിവേചനമില്ലാതെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുക, വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ ശക്തമായി ഉന്നയിക്കുക. സംഘാടക സമിതി അധ്യക്ഷൻ CO ഡേവിസ്, പഞ്ചായത്ത് അംഗം PN അനിൽ മാസ്റ്റർ, സംഘാടക സമിതി അംഗങ്ങളായ വിവേക് മാക്കേത്ത്, ജയൻ പട്ടിയിൽ, ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിന്റെ ചുമതലയുള്ള നാട്ടിക വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും നാട്ടിക വാട്ടർ അതോറിറ്റി പഞ്ചായത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അവരുടെ ചേംബറിൽ വെച്ച് ഇതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് എന്ന് കൃത്യമായി പറയപ്പെടുന്നു. നിലവിൽ റീടാർ ചെയ്യുന്നത് ഭരണപക്ഷിയുടെ നിലവിലുള്ള വാർഡുകളാണ് കൂടുതലും. മഴക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നിയമ പോരാട്ടങ്ങൾ കളക്ടർ ഈ കാര്യത്തിൽ ഇടപെടണം, അതാത് വാർഡുകളിലെ റോഡുകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക അതിർത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയാണ്. ഫുട്ബോൾ കളിക്കിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കുറുക്കൻപാറ കണ്ണൻകാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജിതു ഭാര്യയും ആരവ് മകനുമാണ്. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്കായി ഭാഷാ നൈപുണ്യ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭ K ദാമോദരൻ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ റിട്ടയർഡ് പ്രൊഫസർ K കമലയും ഇന്റർവ്യൂ ഓറിയന്റേഷനിൽ കനറ ബാങ്ക് റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ P ഗോപാലകൃഷ്ണനും ക്ലാസ് നയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അനിഷ്മ ഷനോജ്, ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ P ശ്യാംകുമാർ, പ്രജിൽ അമീൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ എന്നിവർ നേതൃത്വം നൽകി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 26 തൃശൂരിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്ത വിവിധ വാർഡുകളിൽ നിന്നുള്ള 100ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടിയാണ് ഭാഷാ പരിശീലനം ഒരുക്കിയത്. ഞമനങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഏപ്രിൽ 22 ആഘോഷിക്കും. വെള്ളിയാഴ്ച നടന്ന കൂറയിടൽ ചടങ്ങോടെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന ദേവസ്വം പുരമെഴുന്നള്ളിപ്പിന് ഗജവീരൻ നാണൂഴ്ത്തച്ഛൻ ശങ്കരനാരായണൻ ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ഊക്കൻസ് കുഞ്ചു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കിരൺ നാരായണൻകുട്ടി, ആമ്പാടി ബാലൻ, പാക്കത്ത് ശ്രീക്കുട്ടൻ തുടങ്ങിയ ഗജവീരന്മാർ മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും.
കാവടി, തിറ, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവും 7:30 കുതിരയെടുക്കൽ, വടക്കൻ വാതിൽ തുറന്ന് പറവെപ്പ്, തായമ്പക. രാത്രി 9 നവോദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ നടപ്പുരമേളം എന്നിവയുണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി ഭഗവതി മഹേശ്വര സംയുക്ത കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീരനാട്യം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, റഡ്സ് ഞമനങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള, സംഘദേശം പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാർ ബ്ലൂ മൗണ്ട് കൊച്ചിനൊരുക്കുന്ന ഗാനമേളയും അരങ്ങേറും. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച 3ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 12ാമത് ദിനമായിരുന്ന ബുധനാഴ്ച വാശിയേറിയ മത്സരത്തിൽ യുണൈറ്റഡ് FC നെല്ലിക്കുത്ത് ശാസ്ത മെഡിക്കൽസ് തൃശൂരുമായി 2-നെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ചു. വിശിഷ്ടാതിഥികളായി വിവിധ സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ചാലിശ്ശേരി സ്വദേശികളായ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെ സബ് ഇൻസ്പെക്ടർ ജ്യോതി പ്രകാശ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉദയൻ പെരുമണ്ണൂർ, സംസ്ഥാന ഇന്റലിജൻസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ രാമകൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N രാജീവ് കുമാർ, ഷൊർണൂർ റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ഗോകുൽദാസ്, പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ കെ പ്രശാന്ത്, തൃശൂരിലെ സിവിൽ പോലീസ് ഓഫീസർ കെ ജിനോ എന്നിവരാണ് വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടത്. ബാലസംഘം ചാവക്കാട് ഏരിയ വേനൽത്തുമ്പി പരിശീലന ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണം മുതുവട്ടൂർ CK കുമാരൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ചാവക്കാട് വില്ലേജ് കൺവീനർ അഡ്വക്കേറ്റ് രജിത് കുമാർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ബാലസംഘം ഏരിയ കൺവീനർ ഷംസു കല്ലൂർ, ഏരിയ കോർഡിനേറ്റർ പ്രജിൽ, വില്ലേജ് കോർഡിനേറ്റർ ഹാജിറ അജിത്ത്, KC സുനി, MM സുമേഷ്, TS ദാസൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം വില്ലേജ് പ്രസിഡന്റ് ആരോമൽ സ്വാഗതവും പാർവതി സുനിൽ നന്ദിയും പറഞ്ഞു. രക്ഷാധികാരികളായി NK അക്ബർ MLA, AH അക്ബർ, PS അശോകൻ, മാലിക്കുളം അബ്ബാസ് എന്നിവരും, ചെയർമാനായി KC സുനിൽ, കൺവീനറായി അഡ്വക്കേറ്റ് KR രജിത് കുമാർ, ട്രഷററായി VG ബിജി എന്നിവർ ഭാരവാഹികളായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഈ മാസം 24 മുതൽ 27 വരെ മമ്മിയൂരിലാണ് പരിശീലന ക്യാമ്പ് നടക്കുക. കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന ശീർഷകത്തിൽ വന്നേരി വോളി ലവേഴ്സ് അസോസിയേഷൻ പുന്നൂർക്കുളം നടത്തുന്ന ഫ്ലഡ് ലൈറ്റ് അന്തർജില്ലാ വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. വന്നേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ KC ഉസ്മാൻ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. വന്നേരി വോളി ലവേഴ്സ് അസോസിയേഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ PP ബാബു അധ്യക്ഷത വഹിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പെരുമ്പടപ്പ് പഞ്ചായത്ത് മെമ്പർ അജീഷ, പുന്നൂർക്കുളം പഞ്ചായത്ത് മെമ്പർ അബു താഹിർ, പുന്നുകാവ് ശാന്തി നഴ്സിംഗ് ഹോം MD ഡോക്ടർ രാജേഷ് കൃഷ്ണൻ, മൂത്തേടത്ത് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ യുവപ്രതിഭാ ഗോകൂരും ചങ്സ് വടക്കാഞ്ചേരിയും, 2ാം മത്സരത്തിൽ യൂത്ത്സ് പുന്നൂർക്കുളവും ചാലഞ്ച് അന്നമനടയും, 3ാം മത്സരത്തിൽ കേരള ഗോൾഡ് വടക്കേക്കാടും ഫിറ്റ്വെൽ പൊന്നാനിയും, 4ാം മത്സരത്തിൽ GCC ചാലിശ്ശേരിയും PFA പൊല്ലിശ്ശേരി തിരൂരും ഏറ്റുമുട്ടി. ചങ്സ് വടക്കാഞ്ചേരി, യൂത്ത്സ് പുന്നൂർക്കുളം, ഫിറ്റ്വെൽ പൊന്നാനി, GCC ചാലിശ്ശേരിയും 2ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചു. സെമിയും ഫൈനലും ശനിയാഴ്ച രാത്രിയിലാണ് നടക്കുക. ഈ മത്സരങ്ങൾ ബെസ്റ്റ് ഓഫ് 5ലാണ് നടത്തുന്നത്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന 50-ന് മുകളിലുള്ളവരുടെ സൗഹൃദ മത്സരത്തിൽ UFFC അന്നമനടയും യൂത്ത്സ് പുന്നൂർക്കുളവും പോരിനിറങ്ങും. CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി പഞ്ചായത്തിലെ 32 ബ്രാഞ്ചുകളിലും സംഘാടക സമിതികൾ രൂപീകരിച്ചു തുടങ്ങി. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും മനുഷ്യച്ചങ്ങലയിൽ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് സംഘാടക സമിതികൾ രൂപീകരിക്കുന്നത്. പെരുമ്പ്ലാവ് ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KA അസീസ്, ബ്രാഞ്ച് സെക്രട്ടറി നസീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, ഷാജി കള്ളം വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പെരുമ്പ്ലാവ് ബാലഭദ്ര ക്ഷേത്ര പരിസരത്ത് ദീപം തെളിയിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു.
ജബൽപൂരിലും ഒറീസയുടെ വിവിധ ഭാഗങ്ങളിലും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ നടന്ന അതിക്രമങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നും ലഹരി മാഫിയകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുറുമാൽ സെന്റ് ജോർജ് ഇടവകയിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സെവി ജേക്കബ്, ഭാരവാഹികളായ PKV ജോസ്, VT സേവി, VC ജോസഫ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും വിശ്വാസ പരിശീലന പ്രിൻസിപ്പാളുമായ ലിൻഡോ വടക്കൻ, കുടുംബ കൂട്ടായ്മ കൺവീനർ സണ്ണി വടക്കൻ, കൈക്കാരന്മാരായ CJ ബിൻസൺ, KP ഷാജു, മദർ സുപ്പീരിയർ നോബർട്ട് അമ്മ, ഇടവക ശുശ്രൂഷി പോൾസൺ വാഴപ്പള്ളി എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ശ്രീ ബലരാമ ജയന്തി അക്ഷയ തൃതീയ മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 21 മുതൽ 30 വരെയാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ ദിനത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മെഗാ തിരുവാതിര ഉണ്ടാകും. തുടർന്നുള്ള കലാപരിപാടികൾ ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M. കൃഷ്ണദാസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ നാരായണീയ പാരായണം, അഷ്ടപതി, പ്രഭാഷണം, കഥാപ്രസംഗം, സംഗീതസന്ധ്യ, ഭരതനാട്യം, കളരിപ്പയറ്റ്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. ഏപ്രിൽ 30-ന് ബലരാമ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്തശുദ്ധി കലശാഭിഷേകം നടക്കും. ഗുരുവായൂർ വിമലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളവും ഉണ്ടാകും. ഭക്തജനങ്ങൾക്ക് പിറന്നാൾ സദ്യയും ഒരുക്കും. ക്ഷേത്രസമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി SV ഷാജി, അംഗങ്ങളായ K. സേതുമാധവൻ, TK സുധീർ, KA ബാലകൃഷ്ണൻ, ബാബു വീട്ടിലയിൽ, MM ബാലകൃഷ്ണൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ വീണ്ടും വിമത വിഭാഗം അതിക്രമിച്ചു പ്രവേശിച്ചതായി പരാതി. ദുഃഖവെള്ളി ദിവസം ആരാധനാ സമയത്താണ് വിമത വിഭാഗത്തിലുള്ളവർ സെമിത്തേരിയുടെ ഗേറ്റുകളും സംരക്ഷണ വേലിയും തകർത്ത് സെമിത്തേരിയിൽ പ്രവേശിച്ചതായി ആരോപണമുയർന്നത്. പെസഹ ദിനത്തിൽ പൂട്ടിക്കിടന്നിരുന്ന പള്ളിയുടെ പ്രധാന കവാടത്തിലെ ഗേറ്റും സെമിത്തേരിയിലേക്കുള്ള ഗേറ്റുകളും തകർത്ത് പ്രവേശിച്ചതിന്മേൽ നിലവിൽ ചാലിശ്ശേരി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ദുഃഖവെള്ളി ദിനത്തിലും വിമത വിഭാഗം അതിക്രമങ്ങൾ നടത്തിയതായി ആരോപണമുള്ളത്. ഇതു സംബന്ധിച്ച് ഇടവക വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയും കമ്മിറ്റി ഭാരവാഹികളും ചാലിശ്ശേരി SHOയ്ക്കും DYSP, SP, DGP, ജില്ലാ കളക്ടർ എന്നിവർക്കും വീണ്ടും പരാതി നൽകി. പോലീസ് സംരക്ഷണത്തിലുള്ള ദേവാലയത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വിമത വിഭാഗക്കാർ പതിവാക്കിയിരിക്കുകയാണെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി ആവശ്യപ്പെട്ടു. വിമത വിഭാഗത്തിൽപ്പെട്ട CU ശലമോൻ, ടൈറ്റസ് ഡേവിഡ് തുടങ്ങി 12 പേർക്കെതിരെയാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AS മനോജ്, PK പുഷ്പാകരൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 28, 29 തീയതികളിൽ ഗുരുവായൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. പുണ്യറക്കുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പ്രവേശനോത്സവവും വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 2024-25 അധ്യയന വർഷത്തെ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും +2 ക്ലാസ്സിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമാണ് ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റി ഉപഹാര സമർപ്പണവും യാത്രയയപ്പും സംഘടിപ്പിച്ചത്. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ഖത്തീബ് അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ഫൈസി ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം നടത്തി. ഉന്നത വിജയത്തിന് പരിശീലിപ്പിച്ച ഉസ്താദുമാരെ മഹല്ല് പ്രസിഡന്റ് ആദരിച്ചു. ദഫ്മുട്ടുകളുടെ അകമ്പടിയോടുകൂടിയാണ് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ആഗമനം ചെയ്തത്. മഹല്ല് ജനറൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ്, ഇസ്മായിൽ സുഹരി എന്നിവർ സംസാരിച്ചു. മഹല്ല് ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞിമുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മുൻ ജനറൽ സെക്രട്ടറി TK ഹസൻ, മുൻ ട്രഷറർ PC മുഹമ്മദ് ഉണ്ണി, മെമ്പർമാരായ P റസാഖ്, അറക്കൽ അഷ്കർ, RV ഷഹറത്ത്, KB മൊയ്തുട്ടി തുടങ്ങി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. മദ്രസ സദർ മുഅല്ലിം അബ്ദുൾ റഹ്മാൻ ഹിഷാമി സ്വാഗതവും ഫൈസൽ സഖാഫി നന്ദിയും പറഞ്ഞു. SFI മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മുല്ലശ്ശേരി P കൃഷ്ണൻപിള്ള സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. SFI ഏരിയ പ്രസിഡന്റ് AS അതുല്യ അധ്യക്ഷയായി.
ഏരിയ സെക്രട്ടറി അതുൽ കൃഷ്ണ, CPM നേതാക്കളായ AK ഹുസൈൻ, PG സുബിദാസ്, KP ആലി, ഷീജ രാജീവ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 21, 22 തീയതികളായി മുല്ലശ്ശേരിയിൽ വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുക. 21 വൈകിട്ട് മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ചേരുന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്യും. 22 പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സാദിഖ് നിർവഹിക്കും. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയേറി. ശനിയാഴ്ച രാവിലെ 8:30 പ്രത്യേക പൂജകൾക്കു ശേഷം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രമേൽശാന്തി നാരായണൻകുട്ടി കരുമത്ര പൂജകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 19 മുതൽ ഉത്സവ ദിവസം വരെ കാലത്ത് 8 മണി മുതൽ 10 മണി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെ പ്രസാദഊട്ടും, വൈകിട്ട് നിറമാലയും, രാവിലെ 9 മണി മുതൽ 10 മണി വരെ നടക്കൽ പറവെപ്പും ഉണ്ടായിരിക്കും. ഏപ്രിൽ 27 വരെ നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡാൻസ് പ്രോഗ്രാം, 28 രാത്രി 8 മണിക്ക് കൈലാസം പൂരാഘോഷ സമിതിയുടെ ശ്രീ ചേമ്പാലക്കുളങ്ങരമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം നൃത്താവിഷ്കാരവും ഉണ്ടായിരിക്കും. 29 വേല ദിവസം പുലർച്ചെ 4:45 ഏഴുദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, 6:45 വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും. 12 കുതിരെഴുന്നള്ളിപ്പ്, 3:30 തിടമ്പെഴുന്നള്ളിപ്പ്, 4:30 വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവ എത്തിച്ചേരലും, 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം 5:30 കുതിരെഴുന്നള്ളിപ്പ്, 6:20 വേലകയറ്റം, 9 മണിക്ക് തായമ്പക എന്നിവയും നടക്കും. 30 പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പ്, 11 ഗുരുതി തർപ്പണം, തുടർന്ന് നട-അടയ്ക്കുന്നതോടുകൂടി വേലമഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകും. ഭാരവാഹികളായ സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, ട്രഷറർ രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, സുനിൽ പാറക്കാട്ട്, വിജയൻ പരത്തിവളപ്പിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. പ്രസാദഊട്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ കലവറ നിറയ്ക്കലും സമർപ്പണവും ഉണ്ടായിരുന്നു. കുന്നംകുളം യൂത്ത് CLCയുടെ ആഭിമുഖ്യത്തിൽ മറ്റം ഫൊറോന CLCയുടെ സഹകരണത്തോടെ രക്തദാനം നടത്തി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ 22 പേർ രക്തദാനം ചെയ്തു. ജോയൽ ജെയ്മോൻ, അബിൻ ബാബു, ഡെൽവിൻ CC എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ പീഡാനുഭവ ശുശ്രൂഷകൾ നടന്നു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദേവാലയത്തിൽ വികാരി ഫാദർ ഷിജോ മപ്രാണത്തുകാരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഡാനുഭവ ചരിത്രാവതരണവും രൂപം ചായ്ക്കൽ ശുശ്രൂഷയും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 5 മണിക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം ഇടവകയുടെ വിവിധ അതിർത്തികൾ ചുറ്റി ദേവാലയത്തിൽ സമാപിച്ചു. കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനയും ഈശോയുടെ തിരുശരീരത്തിന്റെ നഗരി കാണിക്കൽ നിശ്ചല ദൃശ്യവും പരിഹാര പ്രദക്ഷിണം ഭക്തിസാന്ദ്രമാക്കി. പരിഹാര പ്രദക്ഷിണത്തിനു ശേഷം ഫാദർ ബെന്നി പീങ്ങിപ്പറമ്പിൽ പീഡാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണ വഴികളിലെ 14 സ്ഥലങ്ങളിലും KCYM അംഗങ്ങൾ കുരിശുകൾ നാട്ടി. CLC അംഗങ്ങൾ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദാഹജലം നൽകി. പീഡാനുഭവ സന്ദേശത്തിനു ശേഷം KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ നേർച്ചക്കന്നിയും കടുമാങ്ങയും വിതരണം ചെയ്തു. ദുഃഖവെള്ളിയിലെ വിവിധ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പിള്ളി, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ സെന്റ് സിറിയക്സ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യേശുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകളേന്തി വിലാപയാത്ര നടത്തി. പള്ളിയിൽ നിന്നാരംഭിച്ച് മാളിയേക്കൽപ്പടി കൈരളിപ്പാടം വഴി ദേവാലയത്തിൽ സമാപിച്ചു. ശനിയാഴ്ച രാത്രി 11:30 യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഈസ്റ്ററിന്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും. കൈക്കാരന്മാരായ ഡേവിഡ് അന്തിക്കാട്, സണ്ണി പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഗ്ലാഡ്വിൻ വട്ടക്കുഴി മുഖ്യ കാർമ്മികനായിരുന്നു. വൈകിട്ട് 5 മണിക്ക് നടന്ന പരിഹാര പ്രദക്ഷിണത്തിന് ബ്രദർ മെൽവിൻ ചൊവ്വലൂർ സന്ദേശം നൽകി. വികാരി ഫാദർ ഗ്ലാഡ്വിൻ വട്ടക്കുഴി, കൈക്കാരന്മാർ ജോസ്മോൻ CL, AM തോമസ് എന്നിവർ നേതൃത്വം നൽകി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്കായി എടക്കര ഷറഫുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലീഫ് ഡേ ആഘോഷം നടത്തി. മഹല്ല പ്രസിഡന്റ് ജലീൽ സാഹിബ് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഫളൽ നാമി വടക്കൂട്ട് പ്രാർത്ഥന നടത്തി. കുരുന്നുകൾക്ക് അലീഫ് ചൊല്ലിക്കൊടുത്തു. മഹല്ല ഖത്തീബ് VK അബൂബക്കർ ലത്തീഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KM മൊയ്തു മുസ്ലിയാർ, നിയാസ് സക്കാഫി, ഉവൈസ് സക്കാഫി, റാഷിദ് സക്കാഫി, ഹക്കീം അൽ ഹിക്മി തുടങ്ങിയവർ സംസാരിച്ചു. എടക്കര അഹുസുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്റ്റഡി കിറ്റ് വിതരണവും ഉണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 8,945 രൂപ, സ്വർണം പവന് 71,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചർമ്മം എരുവപ്പെട്ടി കോനങ്ങത്ത് ഗൗരിയമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. പരേതനായ അപ്പുക്കുട്ടൻ നായരാണ് ഭർത്താവ്. ഗീത, അഞ്ജലി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പെസഹ ആചരണത്തിനും കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനായി ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിവസം നീണ്ട വലിയ നോമ്പാചരണത്തിന് ശനിയാഴ്ച അർദ്ധരാത്രി നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ സമാപനമാണ്. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന്റെ കളമൊരുങ്ങുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ഏപ്രിൽ 24-ന് ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctv online.tv. നമസ്കാരം.